2011 ലാസ്റ്റ് ടൈപ്പ് 2 പെട്രോൾ സ്വിഫ്റ്റ്. പെട്രോൾ ഫ്രണ്ടിൽ 2 പുതിയ ടയർ, നമ്മൾ യോക്കോഹമ ടയർ ഫ്രണ്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. ഇത് 2017 മോഡൽ സെലേറിയ ZXi ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 70,000 ആയിട്ടുണ്ട്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? മൈലേജ് ഇതിൻ്റെ മൈലേജ് നമുക്കൊരു ആവറേജ് 10-11 മൈലേജ് കൂട്ടിയ ഒരുപാട് മൈലേജ് പ്രതീക്ഷ നമ്മൾ ഈ വണ്ടി എടുക്കാൻ പറ്റില്ല. അതിനുള്ള പർപ്പസിനല്ലേ ആൾക്കാർ എടുക്കുന്നത്. 18 മോഡൽ ബലേനോ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പക്ഷേ വെറും 30,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ഡെൽറ്റ വേരിയൻ്റ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഡെൽറ്റ വേരിയൻ്റാ. ഇത് 2019 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. വേറെ ക്ലെയിം ഒന്നുമില്ല, കമ്പനി ക്ലെയിം ഒന്നും. VXi ആണ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഐരക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കൊല്ലം ജില്ലയിൽ നിലമേൽ കടയ്ക്കൽ. ആ കടയ്ക്കൽ കഴിഞ്ഞൊരു 3-4 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും കാർ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 85,000 രൂപ തൊട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക്, അതായത് 85,000 രൂപ തൊട്ട് 5.25 റേഞ്ചിലൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന മനോഹരമായൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ ഈ ഷോപ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഷോപ്പിലെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഹായ് ബ്രോ, ഏകദേശം ഞാനിവിടെ ഒരു 3-4 വട്ടമൊക്കെ വന്നിട്ടുണ്ട് ഈ പരിസരത്ത്. നിങ്ങളെ കടയിൽ കയറിയില്ല. വണ്ടികൾ പുറത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന വണ്ടികളുടെ എണ്ണം വളരെ കുറവാണ്. വണ്ടി നമ്മൾ ഇത് ഇവിടെയും വീടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടാണ് ഇടുന്നത്. ഉണ്ടെന്നുള്ളത് ഇന്ന് വന്നപ്പോഴാണ് മനസ്സിലായത്. അതുവരെയും ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കാണുന്ന വണ്ടികളുടെ ഒരു അളവ് വെച്ചിട്ട് വണ്ടികളില്ല ഞാൻ പോകും. അപ്പോൾ ഇപ്പം 85,000 രൂപ ഓട്ടാന്ന് പറഞ്ഞു. അത് ഏകദേശം വണ്ടി കണ്ടീഷനാണോ? ഒരു ഹൈ ക്വാളിറ്റി അല്ല, ആവറേജ് കണ്ടീഷൻ. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ ഒരു ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് വണ്ടി വിലയൊക്കെ എങ്ങനെയാണ്? വിലയൊക്കെ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാന്യമായ വിലയൊക്കെ ആയിരിക്കും. ഒരുവിധം മാന്യ വിലയാണ്. ചെറിയ ലാഭം എടുത്തുള്ള പരിപാടിയാണ്. കൊടുത്തുവിടും. നമുക്ക് വേറെ ഇവിടെ റെന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്വന്തം കടയും വീടും സ്ഥാപനമില്ല. വേറെ ജോലിക്കാരൊന്നുമില്ല. നമ്മൾ തന്നെയാണ് എല്ലാം. അപ്പൊ അതിന്റെ ഒരു ഇളവുണ്ടാവും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കാശ് എത്ര എടുക്കുന്നത്. ഓക്കെ. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാണെന്ന് പറയാം? ഇത് നമ്മളെ കടയ്ക്ക് എന്ന് വരുമ്പം ചിതറ എത്തുന്നതിന് മുന്നേ ഒരു കിലോമീറ്റർ മുന്നേ ഐരക്കുഴി എന്ന് പറയും. അതായത് കാഞ്ഞിരത്ത് മോഡ് നമ്മുടെ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട്, പള്ളി ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് കറക്റ്റ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. കടയ്ക്ക് എന്ന് വരുമ്പോൾ കറക്റ്റ് 4 കിലോമീറ്റർ. ഐരക്കുഴി പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2017 മോഡൽ സെലേറിയ ZXi ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 70,000 ആയിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയ ടച്ചിങ് കാര്യങ്ങൾ നമ്മൾ തന്നെ എടുത്ത എല്ലാ വണ്ടിയിലും നമ്മൾ തന്നെ എടുത്ത് ടച്ച് ചെയ്ത് പോളിഷ് തന്നെ കൊടുക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ABS എയർ ബാഗ് എല്ലാം വരുന്നത്. ബാക്ക് വൈപ്പർ എല്ലാം ZXi ഓട്ടോമാറ്റിക്. ബാക്കി 1-2 ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇതെത്ര ചോദ്യം? ഇത് നമുക്ക് 3,85,000 രൂപയ്ക്ക് കൊടുക്കാം. 3,80,000. ലോൺ വേണമെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഇത് ഫുൾ ലോൺ കിട്ടും. ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഓക്കെ. ഇത് ഏത് വർഷമായിരുന്നു? 2017 ആണല്ലേ? ഓക്കെ. ടയേഴ്സ് ഒക്കെ മാറിയിട്ടേക്കുവാണോ? ടയറൊക്കെ എല്ലാം ആവറേജ് ടയർ ഉണ്ട്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ടയറുണ്ട്, ബാക്കിൽ ആവറേജ്. ഇത് വരുന്നത് 2021 മോഡല് നെക്സോൺ ടാറ്റ ആൾട്രോസ് ആണ്. പെട്രോളാ? ഡീസൽ. സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. എന്താണ് ജെനുവിൻ കിലോമീറ്റർ? കിലോമീറ്റർ എല്ലാം പക്കയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് എൻ്റെ തന്നെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. ഞാൻ പുള്ളി പുതിയ ബലേനോ, നമ്മൾ തന്നെ ബലേനോ എടുത്തു കൊടുത്തത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഫോർഡോ പവറിൻ്റെ ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സിംഗിൾ ഓണർ വണ്ടിയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. കമ്പനി തോന്നുന്ന അതേ സ്റ്റോക്ക് കണ്ടീഷനില്ല. ടയറെല്ലാം പുതിയ ചെയ്തിട്ടുണ്ട്. പുതിയ 60,000 കിലോമീറ്റർ. കമ്പനി തന്നെ സർവീസ്. വേറെ അപാകതയൊന്നുമില്ല. അതായത് പിന്നെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഒരു 1-2 മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ച് അത് നമ്മൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. AC ഒക്കെ ബാക്കിലും വരുന്ന മോഡലല്ലേ? അതായത് ഫുൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നത്. കമ്പനി അലോയ്സ് തന്നെയാണ് എല്ലാം. മിറർ ഫോൾഡിങ് എല്ലാം വരുന്ന വണ്ടിയാണ്. 10-20 മൈലേജ് എന്തായാലും കിട്ടും. എത്ര ചോദ്യം? നമ്മൾ ഒരുപാട് കൂട്ടിയും ചോദിക്കുന്നില്ല. 5,65,000 രൂപ കൊടുത്തത്.
ഇത് ഒരുപാട് കൂട്ടി ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചോദിച്ചത് കൂടുതലാണോ എന്നാ ഇല്ല അത് 2021 മോഡലാണ് ചോദിക്കുന്ന കസ്റ്റമർ. ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 2020. ഡ്യുവൽ ടോൺ കമ്പനി ഡ്യുവൽ ടോൺ വരും. കമ്പനി ഡ്യുവൽ ടോൺ ആണ്. 2021 മോഡൽ. ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് ഉള്ള വണ്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാ ഉള്ളത്. റീപ്ലേസ് ഉള്ള വണ്ടി ഉള്ള വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുന്നത്. ഇത് 2019 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സെക്കൻഡ് ടയറാണ് കിടക്കുന്ന, വേറെ ക്ലെയിം ഒന്നുമില്ല, കമ്പനി ക്ലെയിം ഒന്നും. VXI ആണ് വണ്ടി. പവർ വിൻഡോ എല്ലാം വരുന്നത്. കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ കിടക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്ന വണ്ടിയാണ്. VXI ഡ്യുവൽ എയർ ബാഗ്, ABS. സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ വന്നില്ല. 5.5 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 5.25 ചോദ്യം. 5.5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. 25,000 ഇപ്പോൾ ഫുൾ ഇൻഷുറൻസ് തീർന്നു നടക്കുക. പുതിയ ഫുൾ കവർ ഇൻഷുറൻസും എടുത്ത് ഓണർഷിപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് അവർ വിലോട്ട് കൊടുക്കാം. ടയർ 4 പുതിയത്, 40,000 കിലോമീറ്റർ, ടയറെല്ലാം പുതിയത്, റീപ്ലേസ് ഒന്നുമില്ല. 5.25 എന്നുള്ളത് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കേട്ടോ. അതിൽ എന്തെങ്കിലും കുറയും. ഇത് 2012 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഡീസലാ പെട്രോളാ? ഡീസൽ വണ്ടി. ഡീസൽ എന്ത് ഓടിയിട്ടുണ്ട്? 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈമിംഗ് ചെയിനും കാര്യങ്ങളും അതെല്ലാം മാറിയിട്ടുണ്ട്, കമ്പനി മാറിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ റീപ്ലേസ് ഇല്ല, പക്ഷെ മൂന്നാമത്തെ ഓണറായി. അതായത് സെക്കൻഡ് ഓണറിൽ നിന്ന് അവർ ഒരു വീട്ടിൽ തന്നെ 2 പ്രാവശ്യം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി വേറെ വേറെ തട്ടുമുട്ടൊന്നുമില്ല. ഇല്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഫോർഡ് പവർ വിൻഡോയാണ്. വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയർ ഫ്രണ്ട് 2 പുത്തൻ ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയർ. എത്ര ചോദ്യം? 3,10,000 രൂപ ഫൈനൽ. 3.10. കടക്കം പറഞ്ഞത് സ്വന്തം കടയാണ്, വേറെ ജോലിക്കാരില്ല, വിലയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. അപാധയൊന്നും ഇല്ലാത്ത വണ്ടി. അതുകൊണ്ട് വേറെ വലിയ ടച്ചിങ് കാര്യങ്ങളൊന്നുമില്ല. KL 16 വണ്ടിയാണ്. 2009-10 രജിസ്ട്രേഷൻ കൊറോള ഓൾട്ടിസ്. അതായത് അന്നത്തെ ഏറ്റവും പ്രീമിയം വണ്ടി. അതായത് ഇതിൻ്റെ അകത്ത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇലക്ട്രിക് ആണിത്. അതായത് ഇപ്പോഴത്തെ പ്രീമിയം വണ്ടിക്കകത്തോളം ഇത്ര സംഭവങ്ങളില്ല. അന്ന് ഇന്നോവയ്ക്കാലും വില ഉള്ള വണ്ടിയാണ് ഇത്. അന്ന് ഇപ്പോഴല്ല, അത്രയ്ക്ക് സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് 90,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ജെന്യൂൻ കിലോമീറ്റർ എല്ലാം പക്കയാണ്. ഡീസൽ അല്ല, പെട്രോൾ ആണ്. മൈലേജ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ മൈലേജ് നമുക്കൊരു ആവറേജ് 10-11 മൈലേജ് കൂട്ടിയ ഒരുപാട് മൈലേജ് പ്രതീക്ഷ നമ്മൾ ഈ വണ്ടി എടുക്കാൻ പറ്റൂല. ഇത് അതിനുള്ള പർപ്പസിനല്ലേ ആൾക്കാർ എടുക്കുന്നത്. ഇത് ടയേഴ്സ് എല്ലാം പുതിയതാണ്. ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നമുക്ക് 5 വർഷത്തെ പേപ്പർ റെഡിയാക്കി കൊടുക്കും. ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം. ഇത് കട്ട ടയറാണോ? ഏതാണ്? ഇത് ബാക്കിൽ വരും കട്ട ടയർ. ഇത് കട്ട ടയറാണ്. ഫ്രണ്ട് കട്ട ടയർ അല്ല, ബാക്കിൽ. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ നോക്കിയാലും കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കൊള്ളാം. ഏത് വർഷമാണെന്നാ പറഞ്ഞത്? 2009 മാനുഫാക്ചറിങ്, 10 ആദ്യം രജിസ്ട്രേഷൻ ഡെലിവറിയും വരും. റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ? അത് ഇപ്പൊ ടെസ്റ്റിന് വേണ്ടി എല്ലാം ടച്ചും പോളിഷ് ചെയ്തിട്ടേക്കാണ്. അതാണ് ഞാൻ ക്രിസ്മസിന്റെ പിറ്റേന്ന് ടെസ്റ്റ് ആയത്, മറ്റൊന്ന് ടെസ്റ്റാ. ഓക്കെ. അല്ല, ഞാൻ നോക്കിയപ്പോഴേ വണ്ടി നല്ല പളവള കിടക്കുന്നത്. ഇപ്പൊ ചെയ്തതാണ്. ഇത്രയും പഴയ വണ്ടിയായിട്ട് അങ്ങനെയുള്ള ഒന്നും ഇല്ല. വേറെ തുരുമ്പൊന്നും, നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്ത് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തേ ഉള്ളൂ. ഒരു സാധനവും മാറിയിട്ടില്ല. ഒരെണ്ണം മാറാറുണ്ട്. ഇതാണ്ട് ഇത് മാറി കൊടുക്കുന്നു. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2,30,000 രൂപയ്ക്ക് കൊടുക്കാം. ടെസ്റ്റ് കഴിഞ്ഞ് 5 വർഷത്തെ പേപ്പർ എടുത്ത് ഓൾറെഡി ക്യാഷ് കൊണ്ടുവരുന്നതിന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ശ്രീറാമിലും കാണാൻ കൊടുക്കുമെങ്കിലേ ഉള്ളൂ ഫൈനാൻസ്. കറക്റ്റ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള, ഒരുപാട് ഓണർഷിപ്പ് ഒന്നും ആയിട്ടില്ല. 2011 ലാസ്റ്റ് ടൈപ്പ് 2 പെട്രോൾ സ്വിഫ്റ്റ്. ഫ്രണ്ടിൽ 2 പുതിയ ടയർ, നമ്മൾ യോക്കോഹോമ ടയർ ഫ്രണ്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. 11 ആണെങ്കിലും വണ്ടി ഓണർഷിപ്പിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയുടെ പേര് ഇരുന്നേ, നമുക്ക് പേര് മാറിയ തരുമെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ ചേർത്തിപ്പോൾ 4ാമത്തെ ഓണറായി. ഞാൻ എൻ്റെ പർപ്പസിന് വേണ്ടി അല്ല, അവർ പുറത്ത് പോകുമായിരുന്നു, അവർ UK അവിടെ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ പേരിൽ അവസാനം 1 മാസം നമ്മൾ വിട്ട്, അപ്പോൾ പിന്നെ ഇപ്പോൾ ബുക്ക് വരാൻ താമസം ഉണ്ടല്ലോ. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മാസത്തോളം കിടന്നപ്പം പിന്നെ നമ്മൾ കൊടുക്കാൻ പറ്റില്ല. ബുക്ക് വരാതെ പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കാം. അങ്ങനെ എൻ്റെ പേരിലോട്ട് മാറാനായിട്ട് ഇപ്പോഴാണ് ബുക്ക് വന്നതിൻ്റെ. അതുകൊണ്ട് അങ്ങനെ കുറേ നാളുകൊണ്ട് ഇപ്പം എൻ്റെ കൂടെ പോയി. ഞാനൊരു ഏകദേശം ഒരു 10-14 കിലോമീറ്റർ ഓടി. ഇനിയിപ്പോൾ നമുക്ക് എടുത്ത വിലയ്ക്കാലും കൊടുക്കുക. എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് ഇനിയിപ്പോൾ 2,70 കൊടുക്കാം.
270. ഏത് വർഷമായിരുന്നു? 2011 ലാസ്റ്റ്. 27 1-ാം മാസം ടെസ്റ്റ് വരുള്ളൂ കേട്ടോ. പക്ഷേ ഇത് ലോൺ കിട്ടത്തില്ലല്ലോ. ലോൺ കിട്ടും. അത് ഈ ഡിസംബറിലാണെങ്കിലല്ലേ കിട്ടുള്ളൂ. അടുത്ത വർഷം തൊട്ട് കിട്ടുമോ? അതിന് അടുത്ത വർഷത്തെ ഇപ്പൊ ഇത്ര ദിവസം വരെ അവന്മാർ കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ടയർ ബോഡി എല്ലാം നല്ല ബോഡി കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബാക്ക് ഡിക്കി മാറിയിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിച്ചെടുത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മാറി വണ്ടി എടുക്കും. ഇടിച്ച് തട്ടെന്ന് പറഞ്ഞാൽ വണ്ടി റോഡിൽ ഓടുന്ന വണ്ടിയാകുമ്പോൾ ചെറിയ തട്ടുമുട്ടൊക്കെ വരും. അപ്പോൾ ഒരു ഡോറ്, അപ്പുറത്തെ ഡോർ അല്ലെങ്കിൽ ഗ്ലാസ് അതൊക്കെ മാറിയെല്ലാം നമ്മൾ എടുക്കും. അല്ല മെയിനായിട്ട് ഈ ഫ്രണ്ട് ഇടിച്ച വണ്ടി എടുക്കത്തില്ല എന്നുള്ളത്, ബാക്കിയൊക്കെ എടുക്കും. ഈ ഡിക്കി ഫുള്ളായിട്ട് മാറി മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഷോറൂമിൽ കൊണ്ടുപോയാൽ അവർ ചെറിയതുണ്ടെങ്കിൽ അവർ മാറി വിടും. ഡിക്കി മാറുമ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ഈ ബമ്പർ മാറിയിട്ടുണ്ടാവും. ബമ്പർ അതിപ്പോൾ എല്ലാ വണ്ടിയിലും മാറിയിട്ടുണ്ട്. അപ്പോൾ വിലയിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്സ്? ഇതിപ്പോൾ 2000 ഇത്രയും അല്ലാതെ ക്വാളിറ്റി ഉണ്ടല്ലോ എന്നാലും അതിപ്പോൾ പരമാവധി 270 വരെ ലാസ്റ്റ് പ്രൈസാണ്. ലാസ്റ്റാണ്. വണ്ടി ഇത്ര ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ക്വാളിറ്റി കുറഞ്ഞ വണ്ടി കിട്ടുമായിരിക്കും. ഇപ്പം ഈ 4ാമത്തെ ഓണറായിപ്പോ എന്നുള്ളൊരു അപാകത മാത്രമേ ഉള്ളൂ. ഡിക്കി ഒരു അപാകത. ഡിക്കി മാറിയെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കൊന്നും പ്രത്യേകിച്ച് വരാൻ. നിസാൻ സണ്ണി 2012 മാനുഫാക്ചറിങ്. പക്ഷേ 13 4-ാം മാസമാണ് രജിസ്ട്രേഷൻ ഡെലിവറിയും വരുന്നത്. കമ്പനി അലോയ്സ്. ഇതിപ്പോൾ നമ്മൾ എടുത്തോണ്ട് വരണ വഴിക്ക് തന്നെ ക്ലച്ച് പോയി. ക്ലച്ച് ഇപ്പോൾ 11,000 രൂപയ്ക്ക് മാറി പുതിയ ക്ലച്ചാണ്. ഇതൊന്ന് വാഷ് ചെയ്യാനുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 5001 ഫാൻസി നമ്പർ എല്ലാം ഉണ്ട്. അതന്നെ എടുത്തപ്പോൾ തന്നെ പണി കിട്ടും. അതാണ്ട് ക്ലച്ച് മാറി എന്ന് പറയാൻ അതാണ്ട് കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ക്ലച്ച് പോയി. ക്ലച്ച് സാധനം പോലും എടുത്തിട്ടില്ല. ഇതിന്റെ ക്ലച്ചിന്റെ മാറിയ സാധനങ്ങളെല്ലാം ഇത് തന്നെ ഇരിപ്പുണ്ട്. ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ വേദനകളെല്ലാം. വണ്ടി KL 01 ആണ്. 5001 ഫാൻസി നമ്പർ എല്ലാം ഉള്ള വണ്ടി. 10-20 മൈലേജ് ഉപയോഗ പാർട്ടിക്ക് ഉപയോഗിക്കാൻ കൊള്ളാം. പെട്രോൾ ആണോ? ഡീസൽ ഉണ്ട്. എന്താ ഓടി? 1,30,000 കിലോമീറ്റർ ഓടിച്ചു. അപ്പം മേജർ സർവീസ് എല്ലാം കഴിഞ്ഞാൽ കമ്പനി തന്നെ സർവീസ് എല്ലാം കഴിഞ്ഞ് 4 ബ്രാൻഡ് ന്യൂ ടയർ എടുപ്പുണ്ട്. അപ്പോളോടെ ഫുൾ കവർ ഇൻഷുറൻസ്, ബാക്ക് AC എല്ലാം വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് മാത്രമല്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് എല്ലാം ഉണ്ട്. ഡിക്കിയൊക്കെ അപാര ഡിക്കിയ. റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ. ഒന്നുമില്ല. ആ ഒരു ലൈറ്റ് ശകലോടെ ലൈറ്റ് പൊട്ടിയിരിപ്പുണ്ട്. വെള്ളം കയറി അങ്ങനെ വെള്ളം കയറിയതല്ല, വെള്ളം കയറി അകത്തെ ഈ ഈർപ്പത്തിന് ഇത് വരുന്നത്. എത്ര ചോദ്യം? ഇത് നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണ്. അതിൽ പിന്നെ ചെറിയ എന്തെങ്കിലും അവർക്ക് ഇവിടെ വരുന്നതിനുള്ള എന്തെങ്കിലും ചെറിയ ദൂരത്തു നിന്നൊക്കെ വരുവാണെങ്കിൽ പെട്രോൾ കാശോ കഴിക്കാനുള്ള പൈസ എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് 2,40,000 രൂപയ്ക്ക് കൊടുക്കുക. കാരണം ഇതിൽ വലുതായിട്ട് കുറയ്ക്കാനില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ ക്ലച്ച് ഇപ്പോൾ മാറിയില്ല 11,000 ക്ലച്ചിൻ്റെ പൈസ മാത്രമായി. 2,40,000 ഫൈനൽ കൊടുക്കുക. 2,40. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ബീറ്റ്. 85,000 രൂപയുടെ ബീറ്റ്. 85,000 രൂപ. ഇതിലെന്ന് പറഞ്ഞാൽ 4 ടയറും എടുക്കുന്നവർ മാറിയേ പറ്റൂ. ബാറ്ററിയും പോയി കിടക്കുവാണ്, പക്ഷെ ബോഡിയൊക്കെ ഉണ്ട്. നമ്മൾ വേറെ വണ്ടിക്ക് എക്സ്ചേഞ്ച് എടുത്താൽ നമ്മളാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വേറെ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ബാറ്ററി പോയി കിടക്കുവാണ്. അല്ല അത് ഇവിടെ നിന്ന് മാറിത്തരും. ഇടയ്ക്ക് ബെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട്, അതെല്ലാം മാറിയിട്ടിട്ടുണ്ട്. പവർ വിൻഡോസ് ഇല്ല. ബേസ് വണ്ടി 12 ഡീസൽ. ബാക്ക് സൈഡ് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ടയേഴ്സ് മോശം. 4 മോശം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 85 രൂപ. ഓ, 85,000. 85,000 പിന്നെ ഒരു 5,000 രൂപയും കൂടെ കുറച്ച് കൊടുക്കാം. അപ്പോൾ 80,000. 80,000 ലാസ്റ്റ്. അതെ, ഈ കാണുന്നതാണ് കണ്ടീഷൻ. ഈ ടയർ 4 മാറുന്ന പൈസയെങ്കിലൊക്കെ കുറച്ച് കൊടുക്കണേ. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വണ്ടിയല്ല, കസ്റ്റമറിൻ്റെ വണ്ടി. കസ്റ്റമർ പറഞ്ഞേക്കുന്ന വേണമെന്ന് പാർക്കാൻ നമ്മളങ്ങനെ തീരെ കുറഞ്ഞ വണ്ടി പിടിപ്പില്ല. 18 മോഡൽ ബലേനോ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. പക്ഷേ വെറും 30,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ഡെൽറ്റ വേരിയൻ്റ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഡെൽറ്റ വേരിയൻ്റാണ്. പക്ഷെ എന്നാലും അവർ അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ സ്റ്റെപ്പിന് ടയേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വണ്ടി നീറ്റ് പക്കാ വണ്ടി കാണാനൊക്കെ കൊള്ളാം. പുതിയ മൊത്തം വണ്ടി ഉപയോഗിക്കുന്ന കണക്ക് തന്നെ കൊണ്ടുപോകാറ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഫ്ലോർ സ്റ്റെപ്പിനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആ രീതി വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും നമ്മുടെ നെടുമങ്ങാട് ഒരു കോളേജിലെ സാർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. നെടുമങ്ങാട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. കമ്പനി തന്ന ടയർ എല്ലാം ഉണ്ട്. ഇത് ഏകദേശം ഒരു പാർട്ടിക്ക് ഇപ്പം അഡ്വാൻസ് ആയ പോലെ ഇരിക്കുവാണ്.
ആയിട്ടില്ല. അഡ്വാൻസ് ആയി, അവർക്ക് ലോണിന് പോയേക്കും. ലോൺ പോയി ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾക്ക് ബാങ്ക് അവധിയല്ലേ, ക്രിസ്മസിൻ്റെ അവധിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 5.65. 5.65 ലാസ്റ്റാണ്. ഇതിൽ പിന്നെ ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ. കാരണം 30,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ വണ്ടി. എന്നാൽ ഇതൊന്നും റീപ്ലേസ് ഒന്നും ഉള്ള വണ്ടികളൊന്നുമില്ല. വണ്ടി ക്വാളിറ്റി അനുസരിച്ചാകുമ്പോൾ ശകലം വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് 2014 മോഡല്, 4ാമത്തെ ഓണർഷിപ്പായി വണ്ടി. ഇപ്പൊ പിന്നെ എല്ലാവരും ഓണർഷിപ്പ് മാറിയേ കൊടുക്കുള്ളൂ. ഗണേഷ് കുമാർ പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ഇതിലാരെങ്കിലും കൊണ്ടുപോയി പോകുന്ന വഴിക്ക് കഞ്ചാവിന്റെ പൊതി കയറ്റിയാലേ രജിസ്റ്റേർഡ് ഓണർ അകത്താവും. അതുകൊണ്ട് പിന്നെ എല്ലാവരും, പക്ഷെ ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. 2014-15 രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,85,000 രൂപ കൊടുക്കാം. 2014-15. ലാസ്റ്റ് പ്രൈസ് ആണ് ഒരു 1.80 മാക്സിമം. 1.80 എന്നുള്ളൊരു 1.77 ആയിട്ട് കൊടുക്കുക. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ് ഉണ്ട്. ഉണ്ടോ? അവരുടെ ഫ്രണ്ടിലെ ഡോർ മാറിയിട്ടുണ്ട്. ഏത് ഡ്രൈവർ സൈഡാ? ഡ്രൈവർ സൈഡിലെ ഡോർ. ആകെ അതായത് ഈ അഫ്രോണ്ട് സൈഡൊന്നും ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഡോർ മാത്രമേ മാറ്റുള്ളൂ, വേറെ പ്രശ്നമില്ല. ഈ ഒരു സൈഡ് അല്ലേ? ഇത് 2017 മോഡല് ഓൾട്ടോ 800, വെറും 58,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. വേറെ അപാകത കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല, കമ്പനിയിൽ നിന്ന് അത് ഇതെല്ലാം ചെയ്യാം. എടുക്കുക. 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് മാത്രമേ. LXA വണ്ടിയിൽ വരുന്നത്. LXA വണ്ടിക്കകത്ത് എല്ലാം 2 ഡോറേ വരുള്ളൂ. എത്ര ചോദ്യം? ഇത് വന്നിട്ട് 2,40,000 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ. 2,40,000. 2017 മോഡലാണേ. അത് എന്തെങ്കിലും കുറയൂ? അതിൽ പിന്നെ നമുക്കൊരു 2,000-3,000 രൂപയും കൂടെ കുറയ്ക്കാം. 2,000-3,000 രൂപയും കൂടി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ വേറെ തറവാടായിക്കൊന്നുമല്ല ഇരിക്കുന്നത്. 2017 മോഡൽ വണ്ടിയാണ്, വേറെ റീപ്ലേസ് ഒന്നുമില്ല. ആർക്ക് ഹിസ്റ്ററി എല്ലാം എടുക്കാം. KL 24 വണ്ടിയാണ് ഇത്. ഈ പറഞ്ഞ കണക്ക് നമ്മളിവിടെ അടുത്തുള്ളൊരു കസ്റ്റമർ ഈ പറഞ്ഞ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടേക്കുവാണ്. ആവുകയാണെങ്കിൽ പോവും. എന്തായാലും വിളിച്ചു നോക്കുക. അപ്പോൾ അറിയാമല്ലോ പോയല്ലോ, അറിയാമല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതും അതേ ഇത് തന്നെയാണ്. 2010 ടെസ്റ്റ് ആയ വണ്ടി, ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും. 1,10,000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് കച്ചവടമായോ? ഇത് ഏകദേശം ധാരണയായിരിക്കുകയാണ്. വേറെ അപാധയൊന്നുമില്ല. കച്ചവടമായോ? കച്ചവടം നമ്മൾ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയണമെങ്കിൽ ചില കസ്റ്റമർ അഡ്വാൻസ് തന്നാലും പിന്നെ അവർ വരൂല, വിളിച്ചെടുക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്നാലും ഇത് കുഴപ്പമില്ല. ജെന്യൂൻ പാർട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ പേരിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. 1,15,000 രൂപ. ഇപ്പം ആ പാർട്ടി എടുക്കാതെ ഈ പാർട്ടിയാണ് എടുക്കുന്നതെങ്കിലും, നമ്മളെ പാർട്ടിയാണ് പറ്റുന്നതെങ്കിലും ആർക്കായാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നത്. 1,15,000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. വണ്ടി ടെസ്റ്റിന് വേണ്ടി എല്ലാം ചെയ്ത് ടച്ച് വർക്ക് എല്ലാം ചെയ്തിട്ടേക്കാം. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 1,30,000 കിലോമീറ്റർ ആയി. ഈ ലോകത്ത് എവിടെ പോയാലും ആൾട്ടോയിൽ 70,000-80,000 കിലോമീറ്റർ ആവും. ഇത് 1,30,000 കിലോമീറ്റർ ഒന്നും മറിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് മറിക്കാനൊന്നുമില്ല. അത് കൊള്ളാം. 2006 വണ്ടി, 7 വണ്ടി, 8 വണ്ടി ഓൾട്ടോ പോയി എവിടെ തുറന്നു നോക്കിയാലും 80,000. നമ്മൾ ഓൾട്ടോയുടെ കച്ചവടം കുറവാണ്. ഇതൊക്കെ പിന്നെ ചില വണ്ടികൾ മാറി എക്സ്ചേഞ്ച് വരുന്ന എടുക്കുന്ന വണ്ടികളാണ്. ഓക്കെ. ഇതിനൊന്നും ലോൺ കിട്ടത്തില്ല? ഇതിനൊന്നും ലോൺ കിട്ടത്തില്ല. ഒരു 2,000 ലോൺ ചെയ്യുന്നതിൽ 15 മേപ്പോട്ടുള്ള വണ്ടിക്കാണ് എപ്പോഴും ലോൺ കിട്ടുന്നത്. അത് കണക്ക് തന്നെ അവർക്ക് ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം ഒരു നമുക്ക് 90% കിട്ടണമെന്നുണ്ടെങ്കിൽ 2015 മുകളിലോട്ടുള്ള വണ്ടിയായിരിക്കും. എന്നാലേ നമുക്ക് ലോണിന് അത്രയും കിട്ടത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണ് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ. 2015 ഡീസൽ സ്വിഫ്റ്റ് VDI ഫ്രണ്ട് 2 പുത്തൻ ടയർ നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഓഫറിന് കൊടുക്കുമായിരുന്നു. 1,00,000 കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ്, ടൈം ബെൽറ്റ് എല്ലാം മാറ്റിട്ടുണ്ട്. ഈ പറഞ്ഞെങ്കിൽ ഇതിൻ്റെയും ക്ലച്ചും ബാറ്ററിയൊക്കെ നമ്മൾ തന്നെ മാറിയതാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 3,70,000 രൂപയ്ക്ക് 3.5 ലക്ഷം രൂപ ലോൺ കിട്ടും. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട്, നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഓവറോൾ ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് 2 പുതിയ ടയർ, ബാക്കിൽ ഒരു 60-70% ടയർ എന്തായാലും ഉണ്ട്. ഒരു 10,000 കിലോമീറ്റർ എന്തായാലും ഓടും. എത്ര ചോദ്യം ഉത്തരവല്ല ഒന്ന്. 3,70,000 രൂപ. 2015 ഒക്ടോബർ വണ്ടി. അത് ഈ ബാർഗനിങ് ഒന്നുമില്ല. അതിലൊരു ബാർഗനിങ്ങും ഇല്ല. ഇത് സത്യത്തിൽ ഓഫർ പ്രൈസ് തന്നെ ആണോ? അതെ.
ഉറപ്പാണ്. 4,40,000 രൂപയ്ക്ക് 6 മാസം മുന്നേ ഞാൻ തന്നെ കൊടുത്താണ്. ഇവിടെ വന്നൊരു 4 കിലോമീറ്റർ അപ്പുറം. പിന്നെ തിരിച്ചു വന്നു പറഞ്ഞാൽ അവർക്ക് പെട്രോൾ വണ്ടി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്ത് ഞാൻ തിരിച്ചെടുത്തു. വേറെ കംപ്ലൈൻസ് ഒന്നും? വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. എഞ്ചിനൊക്കെ പക്കയാണ്? എഞ്ചിനെല്ലാം പക്കയാണ്. പിന്നെ പെട്രോൾ വണ്ടിക്കെല്ലാം നമ്മൾ 1 വർഷത്തെ എഞ്ചിൻ വാറണ്ടി കൊടുക്കും. ഡീസൽ വണ്ടി കൊടുക്കാക്കത്തില്ല. അത് നമ്മൾ കൊടുക്കൂല. ഇല്ല. അപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നീ കാണിച്ച വണ്ടികളിൽ ആ ബീറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും പെട്രോൾ വണ്ടികളിൽ നമ്മൾ 1 വർഷത്തെ എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില, അതായത് ഒരു 85,000 രൂപ തൊട്ട് മേളിലോട്ട് നോക്കുന്ന നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നു. കംപ്ലൈൻറ്റ്സ് ഉള്ളത് കംപ്ലൈൻറ്റ്സ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മൾ ഈ പൊതുവെ എടുക്കുമ്പം കമൻസ് ആയിട്ട് വരുന്ന ഡയലോഗിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതെന്തുവാടാ ഈ നാട്ടിൽ ഇടിച്ച വണ്ടിയോ വെള്ളം കയറിയ വണ്ടിയോ അങ്ങനെയുള്ളതൊന്നും ഇല്ലയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ കടയിൽ അങ്ങനത്തെ വണ്ടികളുണ്ട്. ആ ഉള്ളതെല്ലാം അതേപോലെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം വിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസനീയമായിട്ട് വന്ന് എടുക്കാവുന്ന കടയായിരിക്കും. കാരണം എനിക്കറിയില്ല, നല്ല നല്ല വണ്ടികളായിരുന്നു. ഈ കൊറോളയൊക്കെ നല്ലപോലെ വർക്ക് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അത് വിശ്വസിച്ചെടുക്കാം കേട്ടോ. കൊറോളയൊക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന് വിശ്വസിച്ചെടുക്കാം. എന്നാലും യൂസ്ഡ് വണ്ടികളാണ്. ഒരു നല്ല മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് തന്നെ എടുക്കണം കേട്ടോ.